കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയി പോയാൽ പോരാ. നമ്മൾ ഓർക്കും ഓക്കെ ഇതായിരിക്കും നമ്മൾ ഇത്രയും പഠിച്ചതല്ലേ, പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം എന്നൊരു അവബോധം ഉണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ് അടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. MSc സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു ഞാൻ പഠിച്ചത്. BSc മാത്തമാറ്റിക്സ് ആയിരുന്നു. ആ ഒരു മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ വന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു കോച്ചിങ്ങിനായിട്ട് വരുന്നത്. അത് കരിയർ ഹൈറ്റ്സ് തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. കാരണം ത്രൂ ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്ത് നിന്ന് നല്ലൊരു അഭിപ്രായം തന്നെയാണ് കിട്ടിയത്. കോച്ചിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു MTech ആയിരുന്നു. അപ്പോൾ ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു മാത്സ് ചെയ്യാനായിട്ട് കഴിയില്ല. സ്പീഡാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കറിയാം 4 പാർട്ടുണ്ട്. ആ 4 പാർട്ടിനും ഒരേപോലെയാണ് വെയിറ്റേജ് പോകുന്നത്. അപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും GK ഒക്കെ ആണെങ്കിലും ഒരു 10th +2 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു സബ്ജക്റ്റാണ്. അത് എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ നിന്ന് പഠിക്കണം, എവിടേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്, നമ്മൾ വെറുതെ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയി പോയാൽ പോരാ, അതിനെപ്പറ്റി എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അതൊക്കെ എനിക്കൊരു ഐഡിയ കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. എനിക്ക് കൂടുതലായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയത് ഇംഗ്ലീഷാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഏറ്റവും പേടിയുള്ളൊരു സബ്ജക്റ്റും ഇംഗ്ലീഷ് തന്നെയാണ്. ബാക്കിയെല്ലാം നമുക്ക് കുഴപ്പമില്ല. കാരണം ഇംഗ്ലീഷ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചപ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് ഉണ്ട്. കുറേ എക്സാംസ് ഒക്കെ എഴുതുമ്പോഴാണെങ്കിലും നമ്മൾ ഓർക്കും ഓക്കെ ഇതായിരിക്കും നമ്മൾ ഇത്രയും പഠിച്ചതല്ലേ, പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം എന്നൊരു അവബോധം ഉണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് അടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യമൊക്കെ മോക്ക് എടുക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത് ഇംഗ്ലീഷിനുണ്ടായിരുന്നു, മാത്സിനുണ്ടായിരുന്നു, റീസണിങ്ങിനുണ്ടായിരുന്നു. GK അറിയില്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കാനേ പോയിട്ടില്ല. പക്ഷെ അതൊക്കെ കുറച്ച് വന്നെടുത്ത് സാറ് പറയും നെഗറ്റീവിന്റെ മാർക്ക് എടുക്കില്ലെങ്കിലും ചെയ്യരുത്. അങ്ങനെ ചെയ്യാതെ ഇരുന്നിരുന്ന് വന്നിട്ടാണ് എനിക്ക് നെഗറ്റീവ് കുറഞ്ഞതും ത്രൂ മാർക്ക് ഇമ്പ്രൂവ് ആയി തുടങ്ങിയത്. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് മെന്റൽ സ്ട്രെങ്ത് ആണ്. നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക, എത്ര നാളെടുക്കും. ഇപ്പം ഞാൻ PG കഴിഞ്ഞു. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ ജോലിക്ക് കയറിയവരുണ്ട്. അങ്ങനെ ഒരു പീർ പ്രഷറൊക്കെ നമുക്ക് കൂടുതലും അഭിമുഖീകരിക്കേണ്ടി വരും. ത്രൂ ഒരു കോച്ചിങ് സെന്ററിൽ കൂടെ ആകുമ്പോൾ നമുക്കത് നമ്മുടെ ചുറ്റിനും ആൾക്കാരുണ്ട്, കമ്പൈൻ സ്റ്റഡി ഉണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് ഭയങ്കര റിലാക്സേഷനാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നില്ല, സാർ ഇതൊക്കെ എങ്ങനെ പഠിക്കുക എന്നൊക്കെ നമുക്ക് തുറന്ന് ചോദിക്കാനായിട്ടുള്ളൊരു സാഹചര്യം കരിയർ ഹൈറ്റ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം എനിക്ക് കരിയർ ഹൈറ്റ്സിൽ വന്നിട്ടാണ് മാറ്റാനായിട്ട് സഹായിച്ചത്.